ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് കാണിക്കുന്ന റെസിപ്പി പച്ചരി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാവ് ഇതുപോലെ നല്ല പതഞ്ഞു പൊങ്ങിയാണ് വരുന്നത്. നമ്മളിതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഈനോയോ ഉഴുന്നോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ പോലും നമ്മുടെ കിട്ടുന്ന അപ്പമെന്നോ ദോശയോ എന്ന് പറയുന്ന ഐറ്റം വളരെ സോഫ്റ്റാണ്. പതപതാന്നാണ് കിട്ടുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഈ റെസിപ്പിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. 240 ml കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ നമുക്ക് ഈ ഉലുവയും അരിയും കൂടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്ത് നല്ലപോലെ ക്ലീനായിട്ട് വാട്ടർ നല്ല തെളിയുന്ന വരെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 4-5 മണിക്കൂറിന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അരി നല്ലപോലെ സോഫ്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട് ചേർക്കേണ്ടത് കുറച്ച് വെള്ള അവലാണ്. ഒരു 3/4 കപ്പ് വെള്ളയവലാണ് ചേർക്കുന്നത്. അതും ഒന്ന് വാഷ് ചെയ്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്താൽ മതി. ഈ സമയത്ത് നമുക്ക് അരിയും ഉലുവയും കൂടി അരച്ചെടുത്തുകൊണ്ട് വരാം. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് അതിൻ്റെ ലെവൽ വരെ കൊടുത്താൽ മതി. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ പഞ്ഞി പോലെ അരയണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ അരച്ചിരിക്കുന്നത്. മിക്സിയുടെ സൈസ് അനുസരിച്ച് 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ സെയിം മിക്സി ജാറിലോട്ട് നമുക്ക് അവലും കൂടി ചേർത്ത് കൊടുക്കാം. അവലിപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം. ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവലിൻ്റെയും തേങ്ങയുടെ അളവ് സെയിമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ പഞ്ഞി പോലെ സ്മൂത്തായിട്ട് അതും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്ത അവലും തേങ്ങയും നേരത്തെ അരത്ത് വെച്ച അരിയും കൂടി മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കൈകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം നമുക്കിതിനകത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വേറൊന്നും തന്നെ വെച്ചിട്ട് ഇപ്പോൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിന് ഓരോ മിക്സ് ചെയ്തിട്ട് ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യണം. 8 തൊട്ട് 10 മണിക്കൂറൊക്കെയാണ് വേണ്ടത്. ചിലപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് ഫെർമെൻ്റായി വരാനായിട്ട്. ഇപ്പം ഞാൻ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് തുറന്ന് നോക്കാം. അതുകൊണ്ട് നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് പാത്രം നിറയാറായിട്ടുണ്ട്. ഇതുപോലെ നോക്കിക്കേ, അത് നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. എത്രമാത്രം ഫ്ലഫി ആയിട്ടാണ് മാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മാവ് നല്ലപോലെ പതഞ്ഞു പൊങ്ങി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു മിക്സും കൂടി തടക്കം ചെയ്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകമാണ്, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ജീരകത്തിൻ്റെ ടേസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ വളരെ നൈസായിട്ട് ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇനി പച്ചമുളക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പച്ചമുളക് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം ചെറു ചൂടോടുകൂടി ഈ മിക്സ് നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വറവ് മാവിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ചെറിയുള്ളിയും ജീരകവും ഇതൊക്കെ കൂടി ആയിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. മാവാണെങ്കിൽ നല്ലപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ദോശ തവയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് 1-1.5 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തീരെ അങ്ങോട്ട് നൈസായിട്ടല്ല കേട്ടോ, കുറച്ച് കട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ബബിൾസൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ തീ ഇച്ചിരി കൂടുതലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബബിൾസായിട്ട് ഓരോന്നായിട്ട് വന്നിട്ട് ഈ സമയത്ത് നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന്
ഇത്തിരി വേവുണ്ട്, കാരണം അല്ലെങ്കിൽ നമുക്ക് അകം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. കാരണം നമ്മൾ ഇച്ചിരി കട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ കണ്ട പുറമൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്ര മൊരിയുണ്ടായെങ്കിൽ തിരിച്ചിരി ഒന്ന് കുറച്ച് കൊടുത്തോളൂ. കണ്ടോ, തിരിച്ചിട്ടപ്പം ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു അപ്പമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടാണ് വരിക. കാണുമ്പോൾ തന്നെയുണ്ട്, തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റാണത്. ഇനി നമ്മുടെ സാധാരണ പാലപ്പം വെള്ളയപ്പം ചട്ടിയിലും കൂടി വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ 1.5 തവി മാവ് ഒഴിച്ചിട്ട് അതൊന്നും ചുറ്റിക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് സാധാരണ നമ്മൾ വെള്ളയപ്പം പാലപ്പം ഉണ്ടാക്കുന്ന പോലെ ചുറ്റിക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നോക്കുമ്പോഴത്തേക്കും കണ്ട് പുറമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. ഉലുവ ചേർക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഈ താഴമൊക്കെ ഇതുപോലെ മൊരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കട്ടിയുള്ളത് കൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗാണ് ഇത് വരണത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് കുട്ടികൾക്ക് ടിഫിനിൽ സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലൊരു ഐറ്റമാണ്. കാരണം ഇത് നമ്മൾ തണുത്ത് പോയാലൊന്നും ഒട്ടും ഹാർഡാവത്തില്ല, നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഇത് നമുക്ക് എല്ലാവിധ കറികളുടെ കൂടെയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ചിക്കൻ കറി ആയാലും ഫിഷ് കറി ആയാലും അതുപോലെ ടേസ്റ്റാണ്. അതുപോലെ വേറെ ഗ്രീൻ പീസ് കറി, കടലക്കറിയൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് ഇത് പോകും. പിന്നെ തേങ്ങാ ചമ്മന്തി ആണെങ്കിലും അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ കണ്ടോ, അപ്പോൾ ഒന്ന് മുറിച്ച് നോക്കി, വളരെ സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നത് ഫിഷ് കറിയുടെ കൂടെയാണൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ഏതിൻ്റെ കൂടെയും പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പോൾ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് കുറച്ച് അതിൻ്റെ ടെക്സ്ചർ നമ്മൾ ഡിഫറെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടി കട്ടിയിലാണ് തിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒത്തിരി നെഞ്ചരിച്ചിൽ, വയറിന് സുഖമില്ലാഴിക എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.